എല്ലാവരെയും ഞാൻ സ്വാഗതം. നമ്മളെ ഇന്ന് 6ാമത്തെ ദിവസമായിരിക്കും അല്ലേ? അല്ല ആണെന്ന് എനിക്ക് തോന്നുന്നേ. ഇന്നലെ കയറാത്തോണ്ട് 6ആണെന്ന് തോന്നുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാല് സെൽഫ് ലവ് അക്സെപ്റ്റൻസ്. നിങ്ങളൊക്കെ സെൽഫ് ലവ് ഉള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ കൂടെ ഇത്രയും ഏത് വെബിനാറിലായാലും ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളോടുള്ളൊരു സെൽഫ് ലവ് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അറിയണം, പഠിക്കണം, എന്നിൽ മാറ്റം വരണം, എന്നിൽ ഗ്രോത്ത് സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അതും ഒരു സെൽഫ് ലവിന്റെ ഭാഗമാണ്. അപ്പോൾ സെൽഫിലുള്ളവരാണ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സെൽഫ് ലവ് അക്സെപ്റ്റൻസ് ഈ രണ്ടും കൂടി കൂടുമ്പോൾ നമുക്കെന്തോ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ സ്ട്രെസ് കുറയും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടും, അതുപോലെ നമുക്ക് എന്താണ് ജീവിതത്തിൽ ഒരു ശാന്തത ലഭിക്കും. എന്നുവെച്ചാല് എന്താണ് ഈ നമ്മള് സെൽഫ് ലവ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്വയം സ്നേഹിക്കുകയും അതോട് കൂടിയിട്ട് നമ്മുടെ ഗുണങ്ങളും ദോഷങ്ങളോട് കൂടിയിട്ട് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് രണ്ടും കൂടി മാച്ച് ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഈ യെസ് ഓർ നോ പറയാൻ പറ്റാത്തടത്ത് നമുക്ക് അത് ചില ഇതിലൊക്കെ നമുക്കത് പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കവിടെ ഒരു തീരുമാനം, നമുക്കത് യെസ് പറയാനും നോ പറയാനും നമുക്ക് സാധിക്കും. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാത്തിലും പോയൊരു ഇടപെടാതെ ഇനി മറ്റുള്ള വ്യക്തികളുമായിട്ട് നമുക്കൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് അത് ഈ സെൽഫ് ലവ് അക്സെപ്റ്റൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അത് സാധിക്കുന്നതാണ്. സെൽഫ് ലവ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, നമ്മൾ ഗുണങ്ങളും ദോഷങ്ങളും കൂടി അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് രണ്ടും കൂടി കൂടുമ്പോഴാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അസീമാമിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു അസീമ. താങ്ക് യു സോ മച്ച് നസീറ മാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം ഒന്ന് ജസ്റ്റ് കാമായിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്ത് ഇപ്പോൾ പ്രസന്റ് മൊമെന്റിൽ ഇവിടെ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവിലൂടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിച്ച് അതിൻ്റെ താളത്തെ അറിഞ്ഞുകൊണ്ട് ഇരിക്കുക. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. ഇന്നത്തെ മാജിക്കൽ വെബിനാറിൻ്റെ 6ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 6 ദിവസമായി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് 6ാമത്തെ ടോപ്പിക്കിലേക്കാണ്. കണ്ടിന്യൂസ്ലി ഈ 6 ദിവസം ഈ ഒരു വെബിനാറിൽ ഉണ്ടായിരുന്നവർക്ക് അത്ഭുതകരമായ ചേഞ്ച് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് അത്രയും ഡീപ്പറിൽ പറഞ്ഞു കൊടുക്കാനും ഇതിനുശേഷം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തേത് സെൽഫ് ലവ് അക്സെപ്റ്റൻസ് എന്നുള്ള വിഷയമാണ്. അപ്പോൾ സെൽഫ് ലവ് ഉള്ളവരെല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ മോഡിൽ വരിക. നല്ല പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആ ഒരു എനർജി വൈബ്രേഷൻ എന്ത് ചെയ്യും? കണക്റ്റ് ആവും. അപ്പം എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഈ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക? വളരെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ മെഡിറ്റേഷൻ എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടോ ആ ഫീലിൽ ആ സെൽഫിനെ ഒന്ന് അറിഞ്ഞ് എംപ്റ്റി പോട്ടായിട്ട് ഇവിടെ ഇരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ പ്രകടമാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് മെഡിറ്റേഷനിൽ നിങ്ങളെ തന്നെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ. ഓക്കെ, കണ്ടെത്താൻ കഴിയാത്തവർക്ക് ആ സെൽഫിലേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ട്
ഒരു മെഡിറ്റേഷനിലൂടെ കടന്നുപോയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റെക്കോർഡ് യൂട്യൂബിൽ ഉണ്ടാവും. ഇന്നലത്തെ അപ്ലോഡ് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം റെക്കോർഡ് ഗ്രൂപ്പിൽ യൂട്യൂബിലുണ്ട്. അപ്പം ഈ നിങ്ങൾ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് തൊട്ടൊന്ന് കേൾക്കാൻ പറയാം. എങ്കിലാണ് ആ ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ എന്തുമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അറിയാൻ സാധിക്കുക. അപ്പം എല്ലാവരുടെയും കയ്യിൽ പേനയും ബുക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് അവസാനമായി അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എപ്പോഴാണ് സ്വയം നന്ദി പറഞ്ഞത്? അതിലൊരു ഒരു കോട്ടും കൂടി ചേർക്കുകയാണ്. നേടിയതിനു വേണ്ടിയല്ല, നേടിയതിനു വേണ്ടി എല്ലാവരും നന്ദി പറയുന്നുണ്ടാവും. നേടിയതിനു വേണ്ടിയല്ല, നിങ്ങളാകുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നന്ദി പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേടിയതിന് വേണ്ടി അല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നേടിയെടുക്കുന്ന ഓരോന്നിനും നമ്മൾ ചിലപ്പോൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയലുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയലുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മൾ എങ്ങനെയാണോ ആയിരിക്കുന്ന ആയിരിക്കുന്നതായ രീതിയിൽ നമ്മൾ നമ്മളോട് എപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്. എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ എളുപ്പം നമ്മൾ പഠിക്കും, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, മറ്റുള്ളവരെ വേഗം സ്നേഹിക്കാൻ പഠിക്കും. പക്ഷേ ആ, കണ്ണാടിയിൽ ആ വ്യക്തിയെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കാറില്ല. ഇപ്പൊ നിങ്ങൾ വീഡിയോ മോഡിൽ ഇരിക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. ഇരിക്കാത്തവർക്ക് അവരവരെ കാണുന്നില്ല. പക്ഷേ വീഡിയോ മോഡിൽ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു ഗ്ലേസിങ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നിങ്ങളെ കാണുമ്പോഴും അതേ സന്തോഷം എന്ത് ചെയ്യുന്നുണ്ട്, എന്നിലും പ്രകടമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പലരും പറയും സെൽഫ് ലോ എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആണോ എന്ന് ചോദിക്കും. ഒരിക്കലും അല്ല. ആ സെൽഫ് ലോ എന്നുള്ളത് നമ്മുടെ സമാധാന ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ സെൽഫ് ലവ് വേണം. ഞാൻ എന്നെ സ്നേഹിക്കാതെ എനിക്ക് ചുറ്റുവട്ടം മുഴുവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്തായിരിക്കും പറയുക? എനിക്കതൊന്നും തികയുന്നുണ്ടാവില്ല. നമുക്ക് ലഭിക്കുന്നതൊന്നും നമുക്ക് തികയുന്നുണ്ടാവില്ല. എങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ ഉള്ളത് അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് അതിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് ലോ എന്ന് പറയുമ്പോൾ അത് സെൽഫിഷ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി ആ സമാധാനത്തിന് വേണ്ടി നമ്മൾ നമ്മളെ സ്നേഹിക്കണം. അതായത് നമ്മൾ നമ്മളോട് കരുണ കാണിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമ്മളോട് കരുണ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റാരാണ് നമ്മളോട് കരുണ കാണിക്കുക? നാം നമ്മളോട് കരുണ കാണിക്കുമ്പോൾ നമുക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്, നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് എത്രത്തോളം കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. എന്താണ് സെൽഫ് ലവ്? എല്ലാവരും കുറേ നാളുകളായിട്ട് പഠിക്കുന്നുണ്ടല്ലേ. സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റു കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിലെന്തായിരിക്കും സെൽഫ് ലവ്? നമ്മളെ സ്വന്തത്തെ സ്നേഹിക്കുക. ഓക്കെ, എങ്ങനെയൊക്കെ സ്നേഹിക്കായിരിക്കും? എങ്ങനെ സ്നേഹിക്കുക വെച്ചാൽ നമ്മള് നല്ല പണിയൊക്കെ കഴിഞ്ഞാലേ വേഗം ഒരു സ്നേഹം ഇപ്പൊ തുടങ്ങിയതാട്ടോ. ഓക്കെ, അതായത് നമ്മൾ സ്വയം ബഹുമാനിക്കുകയും കരുതലോടും കരുണയോടും കൂടി സ്വയം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് സെൽഫ് ലവ് എന്നുള്ളത്. ഒന്നുകൂടെ മനസ്സിലാക്കുക. സ്വയം നമ്മൾ നമ്മളെ ഓക്കെ, സ്വയം ബഹുമാനിക്കുന്നുണ്ടോ? എത്ര പേര് സ്വന്തത്തെ ബഹുമാനിക്കുന്നുണ്ട്? നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ഞാൻ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ? നമുക്ക് സ്വന്തത്തിന് കരുതൽ കൊടുക്കുന്നുണ്ടോ? എല്ലാ ജോലിയും ചെയ്തിട്ട് ഞാൻ അവിടെ ഇരിക്കുള്ളൂ, അവിടെ പെർഫെക്ഷനിസം വർക്ക് ചെയ്യും.
അവിടെ ശരീരം ക്ഷീണം കാണിച്ചാലും തളർച്ച കാണിച്ചാലും അത് പറ്റില്ല, ചെയ്ത് തീർത്തിട്ട് അവിടെ ഇരിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഒന്ന് നോക്കിയേ, നമ്മൾ നമ്മളെ ബഹുമാനിക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും ആ ഹൗസ് വൈഫ് എന്നുള്ളത് അത് ബഹുമാനത്തോടു കൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ മറ്റുള്ള കോമൺ ആയിട്ട് എല്ലാരും ഇങ്ങനെ, അപ്പോ പലരും എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പം ഓ ഹൗസ് വൈഫാണ്, അതെന്ത് രീതിയിലാ പറയുന്നേ? അത് നമ്മള് നമുക്കൊരു എന്താ പറയാ, വാല്യൂ കൽപ്പിക്കാതെ അല്ലെ, ഒരു ബഹുമാനം കൊടുക്കാതെ അല്ലേ പറയണത്? അപ്പൊ ഈ ഹൗസ് വൈഫ് എന്നുള്ളത് നമ്മൾ എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നുണ്ടെന്ന് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് കേട്ടോ. ഇതില് പലരും ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാല്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്ന് തന്നെ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് കുറ്റപ്പെടുത്തുക അല്ലേ? നമ്മൾ നമ്മളെ തന്നെ അങ്ങ് തളർത്തി കളയുക ചെയ്യല്. ശോ, എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ ആ ഒരു തവണ സംഭവിച്ച കാര്യം തന്നെ ഒരുപാട് തവണ നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ ഫീലിങ്സിലേക്ക് എത്തുകയും നമ്മൾ തളർന്നു പോയി അല്ലെങ്കിൽ ഡൗൺ ആവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എന്തുകൊണ്ടാണ് ഡൗൺ ആകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ആണത്. നമ്മളിൽ സെൽഫ് ലവ് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ ഡൗൺ ആയി പോണത്. അപ്പൊ എന്താണ്, നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മള് നമ്മൾക്ക് ബഹുമാനം കൊടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമുക്ക് ബഹുമാനം നൽകുള്ളൂ. അതായത് ഇവിടെ നമ്മൾ സെൽഫ് ലവ് എന്നുള്ളത് മറ്റാരാലും കിട്ടേണ്ടതല്ല, ഞാൻ എനിക്ക് നൽകിയാൽ മാത്രമേ എനിക്കത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോ എൻ്റെ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ബഹുമാനമുണ്ട്. മീൻസ് അതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നിനക്ക് 10 പേർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര പേർക്കാണെങ്കിലും നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ അഭിമാനിക്കാതെ ഓ ഇത്രയും പേരേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ മെന്റാലിറ്റി പോയാൽ അവിടെ ഞാൻ എന്നെ ബഹുമാനിക്കുന്നില്ല. അപ്പോൾ എനിക്കുള്ളത് എന്താണേലും അത് വളർച്ചയാണേലും തളർച്ചയാണെങ്കിലും പിശകുകളാണെങ്കിലും നന്മയാണെങ്കിലും നമ്മൾ അതിനെ അംഗീകരിക്കുകയും അതിനെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണം, അതിനെ നമ്മൾ കരുതൽ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൗസ് വൈഫ് എന്നുള്ളൊരു ചിന്ത തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് ഡീപ്ലി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. എന്തായിരിക്കും വേണ്ടേ? ഹൗസ് വൈഫിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ടല്ലേ, അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞാലോ? പലരും എന്തായിരിക്കും, ഇതെന്താപ്പോ എന്നും ജോലി തന്നെ ജോലി, ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിൽ രാവിലെ തൊട്ട് ഇങ്ങനെ അലഞ്ഞു നടന്ന് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ഒരു ക്ഷീണം വന്ന് താഴെ വീഴുമ്പോൾ മാത്രം പോയിന്ന് കിടന്ന് അല്ലെങ്കിൽ ക്ഷീണം തീർത്തിട്ട് പിന്നെയും അതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരാളേ ഉള്ളൂ ഇതിനൊക്കെ ഓടാൻ, ഈ വീടും കുടുംബവും ഒക്കെ ഇത്രയും ഞാൻ നോക്കി നടത്തണ്ടേ. അവിടെ ഒക്കെ നമുക്ക് നിരാശയാണ് വരുന്നത്. പക്ഷേ അവിടെ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു വീടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനപ്പം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ സ്ഥാനങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. മകളായിട്ടാണെങ്കിലും പാർട്ട്ണറായിട്ടാണെങ്കിലും അതിനുശേഷം ഉമ്മയാകുന്നതും ഇതൊക്കെ ആ ഒരു തലങ്ങളൊക്കെ കിട്ടുന്നതൊന്ന് ഫീൽ ചെയ്ത് നോക്കുക. ഈവൻ അതിന്റെ കാര്യം പറയുമ്പോഴത്തേക്കാണ് നമുക്കുള്ളപ്പോൾ അതിന്റെ വാല്യൂ അറിയില്ല. ഇല്ലാത്തവര്, ഇപ്പൊ കുട്ടീന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടി ഇല്ലാത്തവർക്ക് കുട്ടി ഇല്ലാത്തതിന്റെ വിഷമത്തിലായിരിക്കും അവർ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെയും ആ വിഷമത്തിലായിരിക്കും. പക്ഷെ കുട്ടിയുള്ളവരോ അത് ഉള്ളതിന്റെ വിഷമത്തിലായിരിക്കും പറയാം. അപ്പൊ അതൊരു സ്നേഹമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? അതൊക്കെയും അവിടെ നമുക്ക് കണ്ടീഷൻസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ സെൽഫ് ലവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബഹുമാനവും കരുതലും കരുണയും ഒക്കെ നൽകുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ നമ്മൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അതിന്റെ വാല്യൂ വന്നുകൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നറിയോ? അടുത്ത് കൂടെ ഉള്ളവരൊക്കെ പിന്നല്ലേ എന്നുള്ളൊരു ഇതിലേക്ക് വരും. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞു തുടങ്ങുമ്പോഴാകുമ്പോൾ നമ്മൾക്ക് അവരങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നും കൂടെ ഡൗൺ ആവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇത് ഇത്രേ ഉള്ളൂ. അപ്പൊ കൂടെ ഉള്ളവർ അറിയുന്നുണ്ട് ഇത് ഇത്രേ ഉള്ളൂ, അത് ഇങ്ങനെ ഒന്ന് വിരിഞ്ഞു വരും, പിന്നെ അത് ഇങ്ങനെ പോകും, അത് വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഉള്ളിലുള്ളത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിഞ്ഞാൽ
അത് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിന്റെ പുറകെ പോവണ്ട. നമ്മൾ നമ്മളെ സ്നേഹിക്കും തോറും നമ്മളെ സ്നേഹിച്ച് അവരെല്ലാം നമ്മുടെ കൂടെ തന്നെ വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ ബഹുമാനിക്കണം, നമ്മളെ സ്നേഹിക്കണം, നമ്മളോട് കരുണ കാണിക്കണം. വേണ്ടേ? അപ്പൊ ഇത്രയും നാളെ എങ്ങനെയായിരുന്നു? അതിലപ്പുറം ഈ മാറ്റങ്ങളൊക്കെയും ഒന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലരും പറയുന്നത് ആ ഒരു സെൽഫിഷിന്റെ ഇതിലേക്ക് സ്വയം സ്നേഹം അഹങ്കാരമല്ല എന്നത് മനസ്സിലാക്കുക. അത് അഹങ്കാരമല്ല, അത് സ്വാഭിമാനമാണ്. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുന്നത് ഒരു പ്രൗഡ് ഫീലാണ്. അപ്പൊ ഒരു വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അത്രയും നല്ലൊരു മാനേജ്മെന്റ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ച് നോക്കിയേ. ഓരോ സ്ഥാപനത്തിലും മാനേജർമാരെ കൊടുക്കുന്ന ശമ്പളം, ഇവിടെ നമുക്ക് ശമ്പളമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് പകരം മറ്റു പലതും നമ്മളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. പക്ഷെ അത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് ഞാനെന്ന് മനസ്സിലേക്കൊന്ന് കൊടുത്തു നോക്കുക. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതിന് കഴിവുള്ളൊരു സ്ത്രീയാണ് ഞാൻ എന്നുള്ളതൊന്ന് മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ഹൗസ് വൈഫ് ആണെന്ന് നിരാശയോട് കൂടി പറയുന്ന പല പ്രശ്നങ്ങളും അവിടെ മാറിക്കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ സെൽഫ് ലവില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് കുഴപ്പം? നമ്മൾ ചെയ്തിട്ട് ആ അംഗീകാരം കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ആയി. ഓക്കെ, അപ്പൊ ഓരോ ലൈഫ് പാർട്ട്നേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരാളുടെ പ്രീതിക്ക് വേണ്ടി മറ്റൊരാൾ ഇങ്ങനെ ചെയ്ത് വരും. മറ്റൊരാൾ അത് കണക്ട് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടത്തെ ആൾ എന്ത് ചെയ്യും? അങ്ങനെ താഴത്തേക്ക് പോകും. അത് ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ. പക്ഷെ അത് അവിടെ കണ്ടീഷൻസോട് കൂടി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ സെൽഫ് ലവില് മസ്റ്റ് ആയിട്ടും അൺകണ്ടീഷണൽ ആകുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അംഗീകാരം വേണ്ടാതെയും സ്വന്തം മൂല്യം തിരിച്ചറിയാനുമുള്ള ശേഷിയാണ് നമ്മുടെ സെൽഫ് ലവ് എന്നുള്ളത്. അപ്പോ ഞാൻ എന്നെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക. എന്ത് മൂല്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നൊന്ന് തിരിച്ചറിയുക. അതിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. ഞാൻ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എൻ്റെ ഈ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ളത് എന്നുള്ളതും ഒന്ന് റൈറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി എന്തായിരിക്കും സെൽഫ് അക്സെപ്റ്റൻസ്? നമ്മളിപ്പോ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കി. സെൽഫ് അക്സെപ്റ്റൻസ് എന്തായിരിക്കും? എന്തായിരിക്കും? അതായത് നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യത്തോട് യുദ്ധം ചെയ്യുന്നത് നിർത്തുമ്പോൾ വളർച്ച ആരംഭിക്കുന്നു. ഈ പ്രസന്റിൽ നമ്മൾ എങ്ങനെയാണോ അതിനെ അംഗീകരിച്ചിട്ട്, അതായത് എന്താ പറയാ, അതിനെ അംഗീകരിച്ചിട്ട് അത് അങ്ങനെ തന്നെയാണെന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾക്ക് എന്തുണ്ടാവും? സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ഇപ്പൊ എന്തൊക്കെ പോരായ്മ ഉണ്ട് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഈ പോരായ്മ ഒക്കെ ഉള്ളതാണെന്നൊന്ന് അംഗീകരിക്കുക. അംഗീകരിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു അംഗീകരിക്കലിലൂടെ നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മുടെ പ്രകാശവും ഇരുളും ശക്തിയും ദൗർബല്യവും എല്ലാത്തിനെയും നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും എന്താ ചെയ്യുക? അവരുടെ നല്ല ഗുണങ്ങൾ മാത്രം പറയും. അവരുടെ മോശമായതോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ളതോ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും എന്താകത്തില്ല, പറയത്തില്ല, പറയണ്ട. പക്ഷേ അവിടെ എന്താ വേണ്ടത്? നമ്മൾ അറിയണം. ആരോടും പറയാന്നുള്ളതല്ല, നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞിട്ട് നമ്മുടെ പോരായ്മകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വേദനിക്കുകയല്ല വേണ്ടത്. അത് തിരിച്ചറിഞ്ഞിട്ട് അത് മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക? സെൽഫ് ലവിലേക്കും സെൽഫ് അക്സെപ്റ്റൻസിലേക്കും മാറുക എന്നുള്ളത്. ഉദാഹരണം, നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താമര എവിടെയാണ് വളരുന്നത്? ഒരു ചെളിക്കുണ്ടിലാണല്ലേ വളർന്നു വരുന്നത്. പക്ഷെ ആ സാധാരണ നമ്മളൊക്കെയാണല്ലോ ഒരു ചെളിക്കുണ്ടിൽ വീണു പോയാല്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും? ആകെ ഗ്ലൂമി ആയിട്ട് ഡൗൺ ആയിട്ട് കണ്ണു പോലും തുറക്കാത്ത രീതിയിൽ ഇരുന്നോളെ.
അങ്ങനെ തന്നെയല്ലേ? പക്ഷെ ആ താമര എന്താണ്? ആ താമര ആ ചെളിക്കുണ്ടിൽ നിന്നും അതിന് വേണ്ടതിനെ ആഗിരണം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പുഷ്പമായിട്ട് വിടർന്ന് നിൽക്കുന്നുണ്ട്. അത് ആ ചെളിക്കുണ്ടിൽ നിന്നാണ് ഉണ്ടായതെങ്കിലും അതിന്റെ സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ നോക്കി നിൽക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ആ പൂവിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുമ്പോൾ, അല്ല അതിന്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ എന്തൊക്കെയാ പോകുന്നത്? അയ്യേ, അത് ചെളിയിൽ നിന്ന് ഉണ്ടായതാണ്, അത് ആ ചേറും ചെളിയും എല്ലാം കൂടെ കയറി വന്നിട്ടുള്ളതാണ്. ഇങ്ങനെയാണോ ആരെങ്കിലും ചിന്തിക്കുന്നത്? അതിനെ ഇഷ്ടത്തോടു കൂടി ഒന്നുകിൽ അതിനെ പറിച്ചെടുക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ പൂവിനെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത്, നമ്മുടെ ഭൂതത്തിനെ എല്ലാം, അതായത് ഭൂതകാലത്തിനെ എല്ലാം ഇങ്ങനെ പേറിക്കൊണ്ട് വന്നിട്ട് അതിനെങ്ങനെ താങ്ങി പിടിച്ചു വെച്ചിരിക്കുക. എന്നിട്ടോ മുന്നോട്ടും പോയില്ല, എന്നാ പുറകോട്ടും പോയില്ല, ഒരു സ്റ്റക്കായിട്ട് നിൽക്കും. ആ പ്രസന്റിലോട്ട് നിൽക്കുകയില്ല. ഇപ്പൊ ഉള്ള ജീവിതത്തെ ഒട്ട് ആസ്വദിക്കത്തും ഇല്ല. എന്നാ പോയത് പോയതല്ലേ, ഇനിയുള്ളതെങ്കിലും ആസ്വദിക്കാന്ന് വിചാരിക്കുവോ? അതും ചെയ്യാറില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? താമരയുടെ എക്സാമ്പിൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂതകാലത്ത് എന്ത് സംഭവിച്ചതായിക്കോട്ടെ അതൊക്കെയും എന്റെ വളർച്ചയ്ക്കുള്ള വളങ്ങളാണെന്നൊന്ന് വിചാരിച്ചു നോക്കുക. നമുക്ക് മുൻപോട്ട് പോകാനുള്ള വഴി തെളിച്ച് തന്നതാണ് നമ്മുടെ ഭൂതകാലത്തിൽ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരാൻ സാധിക്കില്ലേ? എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും പഠിച്ചത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ കാര്യത്തിൽ നിന്നും ഞാൻ അറിയേണ്ടത് എന്നെ മിനുക്കുപണികളോട് കൂടി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാത്തായിരുന്നു അതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല പല ഇഷ്യൂസുകൾ വരാറുണ്ട്. ഹെൽത്ത് വൈസ്, ഇമോഷൻ വൈസ്, വെൽത്ത് വൈസ്, ഇതൊക്കെയും നമ്മളെ ഒരുപാട് രീതിയിൽ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകും. ആ പരീക്ഷണങ്ങളിൽ തളർന്നു പോകുന്നത് എപ്പോഴാണെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഡൗൺ ആവുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ നമ്മളെ അംഗീകരിക്കാത്തത് കൊണ്ട്. എന്റെ ഭാഗത്ത് ഇന്നത് ഉണ്ടായിട്ടുണ്ടോ, അതിനെ അറിഞ്ഞിട്ട് അതിന് ക്ഷമ നമ്മൾ നമ്മളോട് തന്നെ കൊടുക്കുകയും അതിനെ വേണ്ടത് എന്താണോ മാറ്റി മുന്നോട്ട് പോകാനും തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? സെൽഫ് അക്സെപ്റ്റൻസിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോഴും പഴയ കാര്യങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അറിയുക, അതിന്റെ ഫീലിങ്സിനെ മൊത്തമായിട്ട് നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട്, ചിത്രങ്ങൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോയില്ല, ആ ചിത്രങ്ങളിൽ വരുന്ന വർണ്ണങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. ഹീലിങ്ങിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. ഏതൊരു വൂണ്ടാണെങ്കിലും നമുക്ക് അതിന്റെ വർണ്ണങ്ങളെ മാറ്റാൻ സാധിക്കും, അതിന്റെ ഫീലിങ്സിനെ മാറ്റാൻ സാധിക്കും. ആ ചിത്രം അവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ ഓർമ്മ നശിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ അകത്ത് ഫീലിങ്സിനെ നമുക്ക് റീറൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് സ്വയം സ്നേഹിക്കാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് സ്വയം സ്നേഹിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനുകളായിട്ട് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും ആ ഒരു നിമിഷം ചിന്തിക്കും എന്തൊക്കെ ആയിരിക്കും കാരണങ്ങൾ എന്നുള്ളത്. അപ്പൊ ഇവിടെ സ്വയം ചിന്തിച്ചും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഞാൻ പറയുന്നതിലൂടെയും നിങ്ങൾക്ക് അതിനെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കേസ് എന്താണ്? കമ്പാരിസൺ ആണ്. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? കമ്പാരിസൺ ചെയ്യുന്നുണ്ട്, അതായത് താരതമ്യം ചെയ്യുന്നുണ്ട്. ഈ സമൂഹം തന്നെ നമ്മെ താരതമ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ താരതമ്യം ചെയ്യുന്നുണ്ട്. മക്കളെ താരതമ്യം ചെയ്യുന്നുണ്ട്. പാർട്ട്നേഴ്സ് ആണെങ്കിലും തന്നെ താരതമ്യം ചെയ്യുന്നു. എന്നെക്കാൾ അങ്ങനെയാണ്, എന്നെക്കാൾ ഇങ്ങനെയാണ്, ഇങ്ങനെ പലതും പറയാറുണ്ട്. അപ്പോൾ ഈ താരതമ്യം ചെയ്യുന്നത് എത്രത്തോളം മോശപ്പെട്ട കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തരിലും ഉള്ളത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ എന്നെ പോലെ അല്ല അവര്, അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ എനിക്ക് സാധിക്കുന്നില്ല, നമ്മൾ എന്തിനാ ചിന്തിക്കണ്ടേ? നമ്മൾ വ്യത്യസ്തനാണെങ്കിൽ നമ്മളിൽ വ്യത്യസ്തമായ കഴിവുകളുണ്ട്, വ്യത്യസ്തമായ പല കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സൗന്ദര്യത്തിന് ഒരു വ്യത്യസ്തത ഉണ്ടാവും, മറ്റു പല കാര്യങ്ങളിലേക്കും അത് കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്യാതിരിക്കുക. അത് ഈവൻ കൂടപ്പിറപ്പുകൾ തമ്മിലാണെങ്കിലും മൂത്തയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നെ അത്ര ചൊറുക്കൊന്നും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ അവര് രണ്ടും രണ്ട് വ്യക്തികളല്ലേ? ഒരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ പോലും രണ്ടും രണ്ട് വ്യക്തികളാണ്. അപ്പൊ രണ്ടിലും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തെയ്യാ? താരതമ്യം ഉണ്ടെങ്കിൽ, ഇത്രയും നാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ഒരു കാര്യത്തിനും കമ്പാരിസൺ ചെയ്യാതിരിക്കുക. അടുത്തൊരാൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ
ആ ഒരു നോട്ടം മതി താരതമ്യം അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. എന്റേത് അത്ര നല്ലതല്ലല്ലോ, അല്ലെങ്കിൽ അത് ഇച്ചിരി വില കൂടിയതാണ്, അവിടെ കമ്പാരിസൺ ആണ്. പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ എനിക്ക് ആ, എന്താ പറയാ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഞാൻ നല്ലതാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലും എത്ര വില കൂടിയ സംഭവങ്ങൾ ഇട്ടുകൊണ്ട് പോയാലും എത്ര ഭംഗിയുള്ളത് ഇട്ടുകൊണ്ട് പോയാലും ഞാൻ ഇട്ടിരിക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും മികച്ചത്. ഓക്കെ. അടുത്ത എന്താണ്? നമ്മുടെ ജീവിതത്തില് മാതാപിതാക്കള്, അധ്യാപകര്, പിന്നെ മറ്റ് പലരും, അതായത് ഈ ഒരു സമൂഹത്തിൽ ആരൊക്കെ ആയിട്ട് മിങ്ക് ചെയ്യുന്നുണ്ടോ അവരിൽ നിന്നെല്ലാം വരുന്ന വിമർശനം, അത് നമ്മളുടെ ഉള്ളിലെ സ്നേഹത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. നമുക്ക് പല കഴിവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായിരിക്കും, ആ എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് ആരുടെയെങ്കിലും വായിൽ നിന്ന് നമ്മൾ കേട്ടാൽ മതി. ഈവൻ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞാൽ മതി, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, നീ ഒരു കഴിവില്ല, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചൊരു വിമർശനം മതി. ഒരുപാട് കുട്ടികളിൽ ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ പ്രഗ്നൻസി പീരിയഡ്സിൽ നമ്മൾ എന്തായിരിക്കണം, എന്താണോ ചിന്തിച്ചത്, എന്നെ കൊണ്ട് ഇതിന് കഴിയുന്നതല്ല എന്നോ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ കുട്ടികളിൽ ഈ ഒരു ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ മക്കളൊക്കെയാണ് വന്നിട്ട് പറയാണ് ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ വിമർശനം പറയുകയാണെങ്കിൽ, നീ വ്യത്യസ്തനാണ്, നിന്റെ വ്യത്യസ്തതയിൽ നിന്ന് നീ വളർന്നു വരിക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു വിമർശനത്തെ നമ്മുടെ നാവിൽ നിന്നും വരാതെ സൂക്ഷിക്കുകയും വേണം. നമ്മൾ നമ്മുടെ കുട്ടികളിൽ രണ്ടുപേരുണ്ടെങ്കിൽ, ഒരാൾ നന്നായിട്ട് പഠിക്കുന്നു, ഒരാൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് എപ്പോഴും പറയുമ്പോൾ ആ രണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും, അതൊന്ന് മനസ്സിലാക്കുക. ഈവൻ കുട്ടികളിലേക്ക് വേണ്ട, നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ, നമ്മുടെ ലൈഫ് പാർട്ട്ണർ നമ്മളെ ഒന്ന് താഴ്ത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ, നമ്മൾ വിമർശനത്തെ ഭയക്കാതിരിക്കുക, അതിന് നമ്മൾ നമ്മളെ വിശ്വസിക്കുക, നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അവിടെ അതിനെ അംഗീകരിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഞാൻ പോരാ എന്നുള്ള ചിന്ത ഉള്ളിൽ കിടക്കും തോറും അവിടെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുകയും നമ്മൾ സ്വയം എന്താ പറയാ, ഇല്ലായ്മയിലേക്ക് അല്ലെങ്കിൽ ഇല്ലാത്തതായി മാറും എന്നുള്ളതാണ്. അതായത് ഈ ആ കുറ്റബോധം എന്നുള്ളത് മനുഷ്യനെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഇമോഷൻ ആണെന്നുള്ളതാണ് ഈ ഗിൽറ്റ് ഫീൽ എന്നുള്ളത്. അപ്പൊ അത് എന്തിനെ കുറിച്ചായിക്കോട്ടെ, നമ്മുടെ ഉള്ള എനർജീനെ അല്ലെ ഉള്ള സ്കില്ലിനെ ഇല്ലായ്മ ചെയ്ത് കളയുന്നതാണ് ഈ ഗിൽറ്റ് ഫീൽ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മൂല്യത്തെ അളക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു എക്സാമിൽ നല്ല മാർക്ക് മേടിച്ചു, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയാണ്. അടുത്ത എക്സാമിന് അത്രത്തോളം മാർക്ക് മേടിക്കാൻ സാധിച്ചില്ല, അപ്പൊ നമ്മൾ ആകെ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, അത്ര മാർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം. പക്ഷെ അവിടെ മറ്റൊരു സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു മൂല്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ എക്സാമിന് മാർക്ക് മേടിച്ചപ്പോൾ ആ എക്സാമിന് മാർക്ക് മേടിച്ച തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളെ സ്നേഹിച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്ക് കുറഞ്ഞപ്പം ആ കുറഞ്ഞ നിലയിലെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ആ സ്ഥാനത്ത് മാർക്ക് കൂടിയാലും കുറഞ്ഞാലും ഞാനായിട്ട് തന്നെയാണ് ഉള്ളതെന്നും എന്നിലെ കഴിവുകളിലൂടെ എനിക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ അവിടെ സെൽഫ് ലവ് ഉണ്ട്. അവിടെ അപ്പം നമ്മൾ എന്താവത്തില്ല, ഡൗൺ ആയി പോകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഞാൻ എനർജി വീക്കായിട്ട് പോകുന്നുണ്ട്, ഡൗൺ ആകുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ മനസ്സിലാക്കുക, നമ്മളുടെ സെൽഫ് ലവ് കുറയുന്നത് കൊണ്ടാണ് എന്നുള്ളത്. അടുത്ത ഇത് വരുന്നത്, എല്ലാവരും സ്വയം സംസാരിക്കുന്നവരാണല്ലേ, അത് സെൽഫ് ടോക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് നിങ്ങൾ സ്വയം സംസാരിക്കുന്ന രീതി തന്നെ നിങ്ങളുടെ വിധിയാണ്. നിങ്ങൾ സ്വയം സംസാരിക്കുന്ന രീതി തന്നെ നിങ്ങളുടെ വിധിയാണ്. ഞാൻ എന്താണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെ ഞാനായി മാറുന്നുണ്ട്. അപ്പൊ ഞാൻ പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ, ഗിൽറ്റ് ഫീലിലാണോ, മറ്റു പരാജയ ഫീലിലാണോ, നിരാശയോട് കൂടിയാണോ, ധൈര്യത്തോട് കൂടിയാണോ, കോൺഫിഡൻസോട് കൂടിയാണോ, എങ്ങനെയാണ് ഞാൻ നമ്മൾ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഓക്കെ. അവിടെയും
നമ്മൾ നമ്മളോട് കരുണ കാണിക്കുക കേട്ടോ. ആ ഒരു സംസാരത്തിൽ നമ്മൾ നമ്മളോട് കരുണ കാണിക്കുക. ഒരിക്കലും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തി അല്ലെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റൊരാളോട് സ്നേഹത്തോടു കൂടി എങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ സ്നേഹത്തോടു കൂടി തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കുക. അതെന്തായാലും ചെയ്യാൻ സാധിക്കുമോ? മറ്റൊരാളോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ ആ ആളോടൊപ്പം ഇരിക്കുന്ന സമയത്തായിരിക്കും ആ സ്നേഹവും കാര്യങ്ങളും ഉണ്ടാവുക. അത് കഴിയുമ്പോൾ പോകുമ്പോൾ വീണ്ടും ഒറ്റപ്പെടുമേ. അപ്പൊ ആരാ കൂടെ ഉണ്ടാവുക? നമ്മൾ തന്നെയല്ലേ കൂടെ ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യണം? മറ്റൊരാളോട് എങ്ങനെ നിങ്ങൾക്ക് സ്നേഹമായിട്ട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? മറ്റുള്ളവർ, നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ നമ്മളെ തേടിയെത്തും ആ സ്നേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ സ്നേഹത്തോടു കൂടി പെരുമാറുന്നതിന് വേണ്ടി നമ്മളെ തേടി എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ സെൽഫ് ടോക്ക് എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഇതിന്റെ നമ്മൾ യൂട്യൂബിൽ വേറെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, സെൽഫ് ടോക്കിന്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ സെൽഫ് ടോക്കുകളാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ചിന്തകൾ വെറുതെ നമ്മുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചിന്ത കയറി വരികയല്ലേ. അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് അടിയുണ്ടാക്കുന്നത്, ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല, അങ്ങനെ ആയാൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയാണോ, അതാളങ്ങനെ പറഞ്ഞാൽ ശരി, ഇങ്ങനെ 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 പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ ചിന്തകൾ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതല്ലേ? വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ ഒന്ന് അറിയേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് ഉള്ളത്, രണ്ട് സെൽഫുകളുണ്ട്, ട്രൂ സെൽഫും ഷാഡോ സെൽഫും. ആ ട്രൂ സെൽഫ് നമ്മളെ നല്ല വഴിയിലേക്ക് നടത്തുമ്പോൾ ഷാഡോ സെൽഫ് നമ്മളെ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആക്കി വിടും. ഷാഡോ സെൽഫ് അത് വർക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി റിസ്ക് ആണ്. കാരണം ഇപ്പം സങ്കടം ഉള്ളപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി നമ്മൾ എനർജി ബൂസ്റ്റപ്പ് ചെയ്ത് നല്ല ഇതായിട്ട് വരേണ്ടി വരും. ഇപ്പൊ ഷാഡോ സെൽഫ് എന്താ ചിന്തിക്കുക? അങ്ങനെ തന്നെ ഇരുന്നാൽ മതി, അതാകുമ്പോൾ കംഫർട്ടാണ്, ആൾക്കൊന്നും വേണ്ട, സെറ്റ് ആവും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു ടോക്ക് നമ്മുടെ ഉള്ളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ കൺഫ്യൂഷൻസിൽ നമ്മുടെ എനർജി എന്തിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്തിലൂടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ആവുകയും നമ്മുടെ എനർജി ഡൗൺ ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി എങ്ങനെയാണ് നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടല്ലേ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയൊക്കെ ആയിരിക്കാം ചെയ്യാൻ പറ്റുക ഏറ്റവും നല്ല രീതിയിൽ? ഫസ്റ്റ് വൺ സെൽഫ് ലവ് ആണ്. ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സെൽഫ് ടോക്ക് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുറവുകൾ എല്ലാം ഓർത്തോർത്ത് വിഷമിക്കുന്നത് മാറ്റിയിട്ട് അതൊക്കെയും എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് നമ്മൾ അറിയുക എന്നുള്ളതാണ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇതിലേക്ക് വരുമ്പോൾ രണ്ടാമത്തത് നമ്മുടെ ഉള്ളിൽ നോ പറയാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. വേണ്ടതിന് വേണ്ട എന്ന് തന്നെ പറയാനും വേണ്ടുന്നതിന് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ബൗണ്ടറികൾ നമ്മൾ സെറ്റ് ചെയ്യുക, മറ്റുള്ളവരല്ല, നമ്മൾ സെറ്റ് ചെയ്യുക. മറ്റൊരാൾ പറയാണ് നീ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല അതാണ് ഇതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. അവരെന്താണ് അങ്ങനെ പറയുന്നത്, അവര് പറയുന്നത് ചെയ്യുകയും വേണം, എന്നാൽ നമുക്ക് ചെയ്യാനോട്ട് ഇഷ്ടവും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ ബൗണ്ടറികളെ സെറ്റ് ചെയ്യുക. ഇതിങ്ങനെ ആവണം, അതിങ്ങനെ ചെയ്താൽ നല്ലതാണ്, അത് തിരിച്ചറിയുക. ഇവിടെയും അത് നമ്മളെ എത്തിക്കുന്നത് ആ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്കായിരിക്കും. ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണോ, നല്ലതാണെങ്കിൽ എന്താണ് കാര്യം, അത് വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയും കാരണം എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കാരണങ്ങൾ എഴുതി പോകുമ്പോൾ ഉണ്ടല്ലോ ഒന്നുമില്ലാത്തൊരു രീതിയിലേക്ക് എത്തും. മീൻസ് നമ്മുടെ ഹൃദയം ബ്ലാങ്ക് ആയിട്ട് മാറും. ആ നത്തിങ്നെസ്സിൽ നിന്നുകൊണ്ടാണ് നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുക. മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ്, പല കാര്യം, ഞാനൊരു കാര്യം സംസാരിക്കാൻ പോകുമ്പോൾ അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവോ, ഈ പല ചിന്തകളും നമ്മളിൽ നിന്നും മാറിക്കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കെയർ. ഈ സെൽഫ് കെയറിന്റെ കാര്യം പറയുമ്പോൾ പലരും എന്താണ്, മുഖത്തിന് ഭംഗി കൂട്ടാൻ പലരും എല്ലാം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മുഖമാണല്ലോ എല്ലാവരും കാണുന്നത്, ആ കാണുമ്പോൾ ആ ചൊറുക്കാണല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് എല്ലാവരും സമയം കണ്ടെത്തുകയും ചെയ്യും.
എല്ലാ കാര്യങ്ങളും അത് നോക്കുക ചെയ്യും. പക്ഷെ അല്ലാത്ത രീതിയിൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തത ഉണ്ടാവണം എന്നുള്ളതാണ്. ആ മനസ്സിന് ശാന്തത ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കണം. നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും മാറ്റി വെക്കുമ്പോൾ, ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പൈസ ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നൊക്കെ ചിന്തിക്കാണ്ട് നമുക്ക് കഴിക്കാൻ തോന്നിയാൽ അതൊന്ന് കഴിച്ച് അതിൻ്റെ രുചി ഒന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. ആ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എനർജീനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിലൂടെ മാത്രമേ നമ്മുടെ മൈൻഡിനെ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫോണിൽ കാശ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അന്നേരം തന്നെ റീചാർജ് ചെയ്യും. ഫോണിലെ ബാറ്ററി തീർന്നു കഴിഞ്ഞാലോ അന്നേരം തന്നെ റീചാർജ് ചെയ്യും. നമ്മുടെ മനസ്സിന്റെ ബാറ്ററി നമ്മൾ എപ്പോഴേലും നോക്കാറുണ്ടോ? ഉണ്ടോ? അതേപോലെ മനസ്സിന് വേണ്ടുന്ന കാര്യങ്ങളെ റീചാർജ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ഒന്ന് ചിന്തിക്കുക. ഈ മനസ്സെന്നുള്ളതും അതിലൂടെ നമുക്കുള്ളത് ആരോഗ്യവും നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഫോർഗീവ് യുവർ സെൽഫ് ആണ്. നമ്മളെല്ലാവരും ഫോർഗീവ്നെസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത് ആരോടായിരിക്കും? മറ്റുള്ളവരോടായിരിക്കും അല്ലേ? ഞാൻ അവരോട് പറഞ്ഞത് ശരിയായില്ല, അവരോട് ഫോർഗീവ് ചെയ്യണം, ഇവരോട് ഫോർഗീവ് ചെയ്യണം, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തത് എനിക്ക് സങ്കടം വന്നു, എന്നാലും സാരമില്ല, അവരോട് ഞാൻ ക്ഷമിച്ചു. ഇങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും? ഫോർഗീവ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ എന്ന വ്യക്തിക്ക് നമ്മൾ എപ്പോഴാണ് ഫോർഗീവ് കൊടുക്കുന്നത്? ആ ഫോർഗീവ്നെസ്സിലേക്ക് എത്ര തവണ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്? സെൽഫിന്റെ ഫോർഗീവ്നെസ്സിലേക്ക് എത്ര തവണ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇവിടെ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഭൂമിയിൽ ആദ്യം കരുണ കാണിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. അപ്പൊ ആദ്യം ഫോർഗീവ് ചെയ്യേണ്ടത് ആരോടാണ്? നമ്മളോടാണ് നമ്മൾ ആദ്യം ഫോർഗീവ് ചെയ്യേണ്ടത്. ഈവൻ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ കൂടെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോർഗീവ്നെസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ ദീർഘശ്വാസം എടുക്കുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നതാണെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ഓർത്തിട്ട് ആ ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കേ. ഒരു സന്തോഷമുള്ള ഒരു കാര്യത്തെ ഓർത്തുകൊണ്ട് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് റിലാക്സ് ആയി നോക്കിയേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ ശരീരം മുഴുവൻ എനർജറ്റിക് ആവും. ഓക്കെ അല്ലേ? ആ സ്ഥാനത്ത് നമ്മൾ ആകെ ഗ്ലൂമി ആയിട്ടിരുന്നിട്ട് എന്റെ പടച്ചോനെ എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യാന്നും പറഞ്ഞുകൊണ്ടൊന്ന് ഇതൊക്കെ ശ്വാസം എടുത്ത് നോക്കിയേ. നമ്മുടെ ശരീരം മുഴുവൻ എന്തായിരിക്കും? അങ്ങനെ തന്നെ അങ്ങ് ഡൗൺ ആയിട്ട് പോകുന്നുണ്ടാവും. അത് നമ്മളെ വേദനിപ്പിക്കുന്നതാ. ആ ഒരു ചിന്ത മതി നമ്മുടെ ഫോർഗീവ്നെസ്സിനെ നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഫോർഗീവ്നെസ് ചെയ്യേണ്ടി വരും? നമ്മൾ ശ്വാസത്തിലൂടെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞും ചിന്തിച്ചും കുത്തിപ്പറിച്ചും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്യണ്ടേ? വേറൊരാൾ പറഞ്ഞ കാര്യം അത് ഒരിക്കൽ നടന്ന സംഭവമാണ്. പക്ഷെ ആ കാര്യത്തിനെ 1000 വട്ടം ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് അത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചു തന്നിട്ടുള്ള ആ ഒരു ഹൃദയത്തിനെ ഞെരുക്കി നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ലേ? അല്ലേ? ഇതൊക്കെയും നമ്മളോട് ഫോർഗീവ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ എപ്പോഴും അറിയേണ്ടത് നമ്മളോട് ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. എല്ലാവർക്കും അറിയുന്നതും ചെയ്യുന്നതുമായ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ദിവസത്തിൽ 3 കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക? സ്വന്തത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതായത് സ്വന്തത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എന്തിനൊക്കെ പറയും? ഓൾറെഡി നമ്മുടെ ബോഡി ഫുള്ള് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും എൻ്റെ ചിന്തകളുടെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ടോ? അല്ലെ എന്നോടൊപ്പം ഞാൻ ഇരിക്കുന്നുണ്ടോ? ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഒരു 5 മിനിറ്റ് മതി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കേൾക്കുമ്പോൾ നമ്മൾ അറിവ് നേടി, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അറിവ് നേടുന്നത്. പക്ഷെ ആ നേടിയ അറിവിനെ നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചു നേരം ശാന്തമായിട്ടൊന്ന് ഇരുന്ന് ഇന്ന് കേട്ടതിൽ എന്താണ് എനിക്ക് ഏറെ എന്നെ ഇൻസ്പയർ ചെയ്തത് ഏതാണെന്ന് മനസ്സിലാക്കി അതെങ്ങനെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്.
അതായത് ഞങ്ങളുടെ മെന്ററിങ്ങിലൊക്കെ ഗൈഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗൈഡ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നു പോകും. ചിന്തിക്കേണ്ടത് ഞങ്ങളാണ്. അപ്പോൾ ചിന്തിച്ച് കഴിയുമ്പോൾ മെന്ററിങ്ങിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതാണ്, നമ്മൾ സ്വയം പ്രവർത്തിച്ചു തുടങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എത്തുക എന്നുള്ളത് മസ്റ്റായിട്ടും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ സാധിക്കൂ. നിങ്ങളെ സ്നേഹിക്കാതെ പുറത്തേക്ക് നിങ്ങൾ എത്ര തിരിഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണോ, ട്രാൻസ്ഫോർമേഷൻ എത്തണോ, നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക, നിങ്ങളെ സ്നേഹിക്കുക. ആ സ്നേഹിക്കാനുള്ള ഒരു പാത്താണ് നമ്മളിലെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹം നമുക്ക് നൽകിയത് ആരാണോ അവനെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് സമർപ്പിക്കുമ്പോൾ അതൊരു സെൽഫ് ലവ് ആണ്. ആ ഒരു സ്റ്റേറ്റിൽ നിന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ വെളിച്ചത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോരായ്മകളെയൊക്കെ നികത്തിയെടുക്കാൻ സാധിക്കും. ആ പോരായ്മ ഇല്ലാത്ത എന്നിലേക്ക് എത്താനുള്ള വഴികളെ നമ്മൾ അറിയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സെൽഫ് ലവ് എന്നുള്ളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമായിട്ടും കണക്റ്റഡ് ആയിട്ടല്ല സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ഹീലിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് എന്താണ്, വേറെ പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അഫർമേഷൻസുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിലേക്ക്. ഓക്കെ, അതേപോലെ അറിയേണ്ടത്, ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ, അതായത് നമ്മൾ സ്വയം പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും സ്നേഹം തേടേണ്ടതില്ല. നമ്മൾ നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ യാചിക്കേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ റബ്ബിനെ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹത്തിന്റെ വെളിച്ചമായിട്ട് ഞാൻ മാറുമ്പോൾ ആ വെളിച്ചത്തിലൂടെ എന്നിലേക്ക് മറ്റുള്ളവർ, എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, അവരൊക്കെ എത്തിപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ എത്ര ക്ലാസ് എടുത്ത് തന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമ്പോൾ നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആകെ ശേഷിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്നേഹം മാത്രമായിരിക്കും. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയെല്ലാം നമ്മളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു അഫർമേഷനും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ഒന്നല്ല, ഈസി ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ബിലീവ് ഇൻ മൈസെൽഫ്. അതേപോലെ തന്നെ ഐ എം സോ ഹാപ്പി വിത്ത് ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഈ ഓരോ വാക്കുകൾ പറയുമ്പം വെറുതെ നാവ് കൊണ്ട് ഉച്ചരിക്കല്ലേ. എന്ത് ചെയ്യണം, ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് പറയണം. അതായത് ഐ ലവ് മൈസെൽഫ് എന്ന് പറയുമ്പോൾ, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ആ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്നെ വേദനിപ്പിക്കരുത്. ഐ അക്സെപ്റ്റ് മൈസെൽഫ് എന്ന് പറയുമ്പോൾ, ഞാൻ എന്നെ അംഗീകരിക്കുമ്പോൾ ഞാൻ എന്നെ കുറ്റപ്പെടുത്തരുത്, എൻ്റെ കുറവുകളെ ഞാൻ കുറ്റപ്പെടുത്തരുത്. ഐ ബിലീവ് ഇൻ മൈസെൽഫ് എന്ന് പറയുമ്പോൾ, ഞാൻ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിലെ ഓരോ പ്രവൃത്തികളിലും ആ വിശ്വാസം ഉണ്ടായിരിക്കണം, ആ വാക്കുകളിൽ ആ വിശ്വാസം ഉണ്ടായിരിക്കണം. അതിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വെളിച്ചത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ സെൽഫ് ലവ് എന്നുള്ളതിലൂടെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് അതിലൂടെ നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. നാളെയാണ് നമ്മുടെ വെബിനാറിന്റെ ലാസ്റ്റ് ദിവസം. ഈ 6 ദിവസവും എന്നോടൊപ്പം ഈ ഒരു യാത്രയിൽ കൂടിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുകയാണ്. കാരണം മറ്റു പല വെബിനാറുകൾ എടുക്കുമ്പം ആഴ്ചയിൽ 1 എടുത്താൽ മതി, ഏതെങ്കിലും ഒരു വിഷയം സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരു മണിക്കൂർ മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഇന്റൻഷൻ. പക്ഷെ ഈ ഒരു 7 ദിവസത്തെ വെബിനാർ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അവരവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ കുറിച്ചാണ്. ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം മാറ്റിയെടുക്കണം, എൻ്റെ ജീവിതം മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് എ ഹീലിംഗ് ഹബ് എന്നുള്ളത്. കാരണം എന്നോടൊപ്പം വർക്ക് ചെയ്തവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം എങ്ങനെയാണ് അവരിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും
നമ്മളെ സമീപിക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഏത് ഭാഗമാണോ ക്ലിയർ ചെയ്യേണ്ടത്, മാറ്റിയെടുക്കേണ്ടത്, അതിനുള്ള എല്ലാ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പടച്ചോന്റെ അനുഗ്രഹത്താല് ഇന്ന് വരെ ചെയ്തിട്ടുള്ള, അതായത് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും പറയാണ്, നമ്മുടെ അടുത്തൊരു കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെന്ററിങ് എടുത്തു എന്ന് പറഞ്ഞോ ഒരിക്കലും മാറ്റം വരില്ല. അത് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഇന്റൻഷനും ആ ഒരു ബിലീവ്, ആ ഒരു വിശ്വാസവും അതിനെ മുൻപോട്ട് നയിക്കുന്നത്. അതേപോലെ അതിൽ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടും അൺകണ്ടീഷണലി ചെയ്തു പോകുമ്പോൾ അതിൽ മാറ്റങ്ങൾ നിർബന്ധമായിട്ടും സംഭവിക്കും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, കൺസിസ്റ്റന്റ്ലി അതിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്, നമ്മുടെ ഫോക്കസ് എന്തിലേക്കാണോ അതിലേക്കാണ് നമ്മുടെ എനർജി എത്തിപ്പെടുക. അപ്പൊ നമ്മുടെ സങ്കടത്തിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോയതെങ്കിൽ ആ സങ്കടം മാത്രമാണ് നമ്മളിൽ എത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ സന്തോഷമാണെങ്കിൽ അതിലേക്ക് തന്നെ നമ്മൾ എത്തിപ്പെടുമെന്ന്. അത് ഒരു ദിവസം കൊണ്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കോഴ്സുകളിലും ഇത് തന്നെയാണ് സംഭവം. ആ ഫോക്കസ് എന്നുള്ളത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ഇന്റൻഷനാണോ അതിൽ നിന്നുകൊണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാൻ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ പലരും പല രീതിയിൽ പറയും, ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കൊരു മാറ്റവും വന്നില്ലല്ലോ. ഈ മാറ്റം വരണമെങ്കിൽ സ്വയത്തിൽ നിന്നും മാറ്റം വന്നാലേ സംഭവിക്കൂ എന്നുള്ളതാണ്. എന്നിൽ വന്ന ഈ ഒരു മാറ്റത്തിന്റെ കാരണവും അത് തന്നെയാണ്. എനിക്ക് ലഭിച്ച അറിവുകളിലൂടെ ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടെന്നുള്ളത് അറിയുകയും അതിനായിട്ട് ഞാൻ പ്രയത്നിക്കുകയും ആ ചെയ്യേണ്ട ടാസ്കുകൾ, ഇപ്പം എൻ്റെ കൂടെ മെന്ററിങ്ങിലൊക്കെ ഉള്ളവർക്ക് ടാസ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ട് എനിക്ക് അതിൽ പറയുന്ന ഓരോ വാക്കുകളിലെയും ഞാൻ എന്നിലേക്ക് തന്നെ എത്തിച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എനിക്കറിയാം അത് ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ അത് അതിൽ മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉള്ളതാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ളതാണ്. ആ സമയത്തിനായിട്ട് നീ മാറ്റി വെക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഓഫ് യു.